പോവാ, എന്റെ കൂടെ ഒച്ചയുണ്ടാക്കാതെ വാ. അവിടെ നമുക്ക് രസകരമായ പല കാര്യങ്ങളും ഉണ്ടാവും. ഇത്തവണ എന്റെ ഇന്റർവ്യൂ മാത്രമേ ടിവിയിൽ വരാവൂ. എന്താ ഇപ്പൊ നടക്കാൻ പോകുന്നെന്ന് കണ്ടോ? പറയൂ മാഡം, ഞങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇന്റർവ്യൂവിന് ശേഷം മാത്രമേ എനിക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കുന്നു. അതുവരെയ്ക്ക് നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം. ഇതാ ഞാൻ എത്തിപ്പോ. നോക്കൂ ഡിറ്റക്റ്റീവ് രാജപ്പ, നിങ്ങൾ ഇങ്ങനെ മണ്ടത്തരം കാണിക്കുന്ന അറിയുന്നത് കൊണ്ട് ഞാൻ നേരത്തെ ഒരാളെ ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞു. എന്ത്? അങ്ങനെ സംഭവിക്കാൻ ഒരു സാധ്യതയില്ല. അവരത് കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ, പിന്നെന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഇല്ല, എന്റെ മനസ്സ് വേറെന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ സംശയിച്ചതെല്ലാം ശരിയാ. നീ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? മേയർ ഇന്റർവ്യൂ ചെയ്യാൻ എത്ര കാലമായി ഞാൻ കാത്തിരിക്കുന്നു. പക്ഷെ അത് ഇങ്ങനെ സംഭവിക്കുന്നു ഒരിക്കലും കരുതിയില്ല. എന്നാൽ മേയറിനെ കാര്യം മനസ്സിലായിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ സമ്മതിക്കില്ലായിരുന്നു. ദാ ഇങ്ങോട്ട് നോക്ക്. ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാമോ അറിയില്ല എന്നുള്ള കാര്യം എനിക്ക് അറിയേണ്ട കാര്യമില്ല. പക്ഷെ എന്നെ ഇങ്ങനെ ചതിക്കുമെന്നുള്ള കാര്യം ഞാൻ ഓർത്തത് പോലുമില്ല. ഇതിനൊരു മറുപടി കൊടുത്തേ മതിയാവൂ. ഇപ്പൊ ന്യൂസ് ഉണ്ടാവും. ഈ സിറ്റി മുഴുവനും എന്നെ അഭിനന്ദിക്കേണ്ട ഒരു സമയമായിരുന്നു ഇത്. പക്ഷെ എന്ത് ചെയ്യാനാ, ഭാഗ്യം തെന്നിമാറി പോയില്ലേ. പ്രേക്ഷകരെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സന്ദർഭം ഇതാ എത്തിക്കഴിഞ്ഞു. ഈ സിറ്റിയുടെ 100ാം വർഷ ആഘോഷവും മേയറുടെ ഇന്റർവ്യൂവും നമ്മളിപ്പോ നേരിട്ട് കാണാൻ പോകുന്നു. ഇത് കണ്ട് സന്തോഷിക്കൂ. വരൂ. ഈ ആഘോഷങ്ങളെല്ലാം വളരെ നല്ലതായിരിക്കണം. അതായത് കഴിഞ്ഞ വർഷം നടത്തിയതിനേക്കാൾ നല്ലതായിരിക്കണം. അതായത് ഇത് ഒരു പേജിൽ മാത്രം ഒതുക്കിക്കളയരുത്. ഈ സിറ്റിയുടെ പുരോഗമനവും വളർച്ചയും എല്ലാം പത്രത്തിൽ ഉണ്ടായിരിക്കണം. ഞാൻ നാളെ രാവിലെ എല്ലാം കാണണം. അപ്പോഴാണ് എനിക്ക് സന്തോഷമാവുക. മേയർ പറഞ്ഞതുപോലെ സിറ്റിയുടെ ആഘോഷം എല്ലാവരും സന്തോഷത്തോടെ ആഘോഷിക്കുന്നു. ഈ പ്രാവശ്യം സീക്രട്ട് സെലിബ്രിറ്റിയോടെ ആഘോഷിക്കാൻ പോവുകയാണ്. ഈ സീക്രട്ട് സെലിബ്രിറ്റിയിൽ ആദ്യമായി പങ്കെടുക്കാൻ പോകുന്നത് ആരാണോ കാണാൻ പോകും. സിറ്റി മുഴുവൻ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എന്റെ അവസ്ഥ ഇത് കണ്ടില്ലേ? പുതിയ മേയറെ പറ്റി ആദ്യത്തെ പേജിൽ തന്നെ. നീയല്ലേ ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നു പറഞ്ഞിട്ട്, പക്ഷെ ഇതില് അതെ, അത് ഞാനല്ല. ഇത്തവണയും ആ സൈമൺ എന്നെ പറ്റിക്കെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചത് പോലുമില്ല. ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാ. അതെ. ശരി, ഇനി ഇത് കാണ്. ഇനി മുതൽ നമ്മൾ ഈ സിറ്റി പ്രോജക്ടുകളെല്ലാം, അതായത് ഇവിടെ നടക്കാൻ പോകുന്ന ഫെസ്റ്റിവൽ, അതിനുശേഷം ഇവിടെ നടക്കുന്ന വരവ് കണക്കുകള്, ഇതിനുവേണ്ടി എല്ലാവരും നല്ലപോലെ ചെലവാക്കുന്നുണ്ട്. ഇത് കേൾക്കാൻ